കേന്ദ്ര ബജറ്റ് അവതരണത്തിൽ ചരിത്രം കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച റെക്കോർഡ് നിർമ്മല സ്വന്തമാക്കി. കാർഷിക മധ്യവർഗ മേഖലകൾക്ക് കരുത്തു പകരുന്ന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത്. 6 മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങൾക്കാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ചെലവ് കുറഞ്ഞതും സമഗ്രവുമായ ആരോഗ്യ സംരക്ഷണം എന്നിവ വികസിത ഭാരതത്തിന് ആവശ്യമാണെന്ന് ധനമന്ത്രി പറഞ്ഞു. നികുതി, ഊർജ്ജം, നഗരവികസനം, ഖനനം, സാമ്പത്തിക രംഗം, റെഗുലേറ്ററി പരിഷ്കാരങ്ങൾ എന്നിവയിലെ പരിഷ്കരണങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൃഷിക്കാണ് മുൻഗണന. ആദായ നികുതിയിലെ മാറ്റമാണ് ഈ ബജറ്റിൽ ഏറ്റവും ശ്രദ്ധേയം. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും 500 കോടി രൂപ വകയിരുത്തി. Now a center of excellence in artificial intelligence for education will be set up with a total outlay of 500 crores. 100 കോടി ചെലവിൽ AI-ക്കായി 5 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. AI മേഖലയിൽ ആഗോള പങ്കാളിത്തം ഉറപ്പാക്കും. 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. 6 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവും വരുത്തി. മലയോര വടക്കുകിഴക്കൻ മേഖലകളിൽ 10 വർഷത്തിനിടെ 100 ചെറുവിമാനത്താവളങ്ങൾ നിർമ്മിക്കും. എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്റർനെറ്റ് ലഭ്യമാക്കും. 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ 15,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും. അടുത്ത 5 വർഷം ടെക്നോളജി റിസർച്ചിന് 10,000 ഫെലോഷിപ്പ് നൽകും. നഗരമേഖലയിലെ ദരിദ്രർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പ്രത്യേക പദ്ധതി കൊണ്ടുവരും. കൂടുതൽ വായ്പാ പരിധി ബാങ്കുകളുടെ സഹകരണത്തോടെ ലഭ്യമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. സ്പീക്കർ സഭയിലെത്തിയതിനു പിന്നാലെ കുംഭമേളയിലെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചു. ബജറ്റ് അവതരണം തുടങ്ങിയതിനു പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. അല്പസമയത്തിനുള്ളിൽ തിരികെ എത്തിയ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് പ്രതീകാത്മക പ്രതിഷേധമായിരുന്നുവെന്നും ബജറ്റ് അവതരണത്തോട് സഹകരിക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV.